ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കുൽഫി കേക്കിൻ്റെ ആണ്. നമുക്ക് എങ്ങനെ കുൽഫി കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കി വെക്കാം. 1 കിലോ കുൽഫി കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 3 വട്ടമായിട്ട് നമുക്ക് സേവ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ 3 വട്ടമായിട്ട് സേവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ്. അതിലൂടെ നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഒരു ബൗളെടുത്ത് അതിലോട്ട് 4 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ബീറ്റ് ചെയ്ത ശേഷം 1/4 കപ്പ് പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഒറ്റയ്ക്ക് ഇട്ട് കൊടുക്കാതെ 2-3 വട്ടമായിട്ട് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യണേ. നന്നായി ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട ശേഷം ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യരുത്. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇതിലോട്ട് 1/4 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഗ്യാസുമ്പോൾ നമ്മൾ ഒരു ചൂട് കട്ടിയുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബാറ്റർ ടിൻ ഇറക്കി വയ്ക്കാം.
25 മിനിറ്റ്സ് ഇതുപോലെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് അത് തുറന്ന് ബേക്കായോ എന്ന് നോക്കി നോക്കാം. നമുക്ക് കേക്കിനകത്ത് നന്നായിട്ട് ബേക്കായോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. ബേക്കായി വന്നിട്ടുണ്ട്. ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. തണുക്കാനായിട്ട് അതിന് മുകളിലൊരു കോട്ടൺ ക്ലോത്ത് ഇട്ട് കൊടുക്കാം. ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറുകി പകുതിയോളം ആവണ വരെ നമ്മൾ കുക്ക് ചെയ്യണം. ഇത് കുറുകി പകുതിയോളം ഉണ്ട്. ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി. 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച കുറച്ച് പിസ്തയും നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുറുക്കിയെടുക്കാം. കുറുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കേക്കിന് അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കേക്ക് ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇത് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് നൈഫ് ഉപയോഗിച്ചിട്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ലെയറാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീമി ടൈപ്പിലുള്ള വിപ്പിംഗ് ക്രീം വേണം യൂസ് ചെയ്യാൻ. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. ക്രീം നന്നായി സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. അതിനുശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലോട്ട് പകർത്തി അതിലോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുൽഫിയുടെ മിക്സ് കുറച്ച് ആഡ് ചെയ്തോളാം. അതിനുശേഷം ഒരു കേക്ക് സ്റ്റാൻഡിന് മുകളിലോട്ട് കേക്ക് ബേസ് വെച്ച് കൊടുത്ത് അതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം
തേച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ദെൻ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യാം. അതിന് മുകളിലായിട്ട് കുൽഫി മിക്സ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. കുൽഫി കേക്കിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതെൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന കേക്കാണ്. അവരാണ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണത്. വിപ്പിംഗ് ക്രീമിന് മുകളിലോട്ടായിട്ട് കുൽഫി മിക്സ് ഇട്ട് കൊടുക്കാം. മക്കളുണ്ടാക്കിയ കേക്കാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. മക്കളുടെ പ്രയത്നത്തിന് ഒരു ലൈക്കും ഒരു കമൻറ്റും തരാൻ മറക്കല്ലേ. ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ദെൻ സെക്കൻഡ് ലെയർ കൂടി നമുക്ക് അതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന് മുകളിലോട്ട് ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കുക. അതിന് മുകളിലോട്ട് വിപ്പിംഗ് ക്രീം. അതിന് മുകളിലോട്ട് കുൽഫി മിക്സ്. ദെൻ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത ശേഷം വിപ്പിംഗ് ക്രീം. ദെൻ കേക്ക് ലെവൽ ചെയ്ത് എടുക്കാം. അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ കുൽഫി കേക്ക്.